പുതിനയുണ്ട് കുറച്ച്. ഇത് ചമ്മന്തി കഴിക്കാനാണ്. എളുപ്പം കേടായിപ്പോകും, അതുകൊണ്ട് ഞാനങ്ങ് ഒന്നിച്ച് അരച്ച് വെക്കുക. ചമ്മന്തി അരച്ചാൽ നമുക്ക് എല്ലാത്തിൻ്റെയും കൂടെ തിരിച്ചിട്ട് കഴിക്കുകയും ചെയ്യാം. കറികൾക്ക് നമുക്കത് ചേർക്കാൻ പറ്റും. എല്ലാ കറിക്ക് റൊട്ടിക്കൊക്കെ ഉണ്ടാക്കുന്ന എല്ലാ കറിക്കും ഇത്തിരി നമുക്കത് ചേർക്കാം. ഏകദേശം ഒരു കപ്പോളം ഉണ്ട്, അല്ല 1 കപ്പ് നിറച്ചുണ്ട്. കുറച്ച് പച്ചമുളക് ചേർക്കുകയാണ്. എരിവുണ്ടോ എന്നുള്ളത് അറിയില്ല. വലിയ എരിവില്ലാത്ത മുളകാണ്. 5 മുളക് ഞാൻ ചേർത്തിട്ടുണ്ട്. ഇച്ചിരി മുറിച്ചിടുന്നത്. പുളിക്ക് നെല്ലിക്ക ചെറുതായിട്ട് മുറിച്ചിടുകയാണ്. രണ്ട് നെല്ലിക്ക ചേർക്കുന്നുണ്ട്. വലിയ നെല്ലിക്കയാണ്, കയ്പില്ലാത്ത നെല്ലിക്കയാണിത്. നെല്ലിക്ക ഇല്ലെന്നുണ്ടെങ്കിൽ നാരങ്ങയുടെ നീര് ചേർത്താൽ മതി. മല്ലിയിലയുണ്ട്, മല്ലിയില ചേർക്കാം. ഞാൻ ഇന്ന് മല്ലിയില വാങ്ങിയില്ല. ഡ്രൈ മല്ലിയിലയുണ്ട്, കസൂരി മേത്തി. പക്ഷെ ഇതിന് പച്ചയാണ് ടേസ്റ്റ് കൂടുതൽ. നമ്മൾ ഇതിന് വേറൊരു ടേസ്റ്റാണ്. പുതിനയ്ക്ക് കഴിച്ചിട്ടുള്ളവർക്കറിയാം. നല്ല വളരെ എന്തോ പറയുന്നില്ല, തേജായിട്ടുള്ള ടേസ്റ്റാണ് ഇതിന്. ഒരു 1/2 ടേബിൾ സ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട്. മസാല ആയതുകൊണ്ട് കൂടുതൽ നിന്നാലും കുഴപ്പമില്ല. ഒരു ഉലുവാപ്പൊടി ചേർക്കുന്നുണ്ട്. പെരിഞ്ചീരകം, നല്ല ജീരകം. അധികമില്ല, വളരെ കുറച്ചാണ് ഇടുന്നത്. ഒരു ശകലം കുരുമുളക്, ഞാൻ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന കുരുമുളക്. അധികം എടുത്തിട്ടില്ലായിരുന്നു, കുറേശ്ശെയാണ് എല്ലാം എടുക്കുന്നത്. ഒരു 3/4 ടീസ്പൂണോളം പഞ്ചസാര. എനിക്ക് ചിലപ്പോൾ ഇച്ചിരി മറന്നു വെക്കുന്നുണ്ട്. ചേർത്തല്ലോ ഇട്ടാണ്. അപ്പം നമ്മുടെ മസാല എന്തൊക്കെ ഇട്ടു. പുതിനയല്ല, പുളിക്ക് വേണ്ടിയിട്ട് നെല്ലിക്ക ഇട്ടിട്ടുണ്ട്. ഇത്തിരി പെരുംജീരകവും നല്ല ജീരകവും പേരിന് ചേർത്തിട്ടുണ്ട്. പേരിന് ഇത്തിരി ഉലുവാപ്പൊടി ചേർത്തിട്ടുണ്ട്. ഉപ്പ് ചേർത്തിട്ടുണ്ട്. ടേസ്റ്റിയിട്ടാണ് ചമ്മന്തി അരക്കുന്നത്. പച്ചമുളക് ഒരു 5 എണ്ണം ഇട്ടിട്ടുണ്ട്. നോക്കട്ടെ എരി കൊണ്ടുപോയില്ലെന്ന് ഒന്ന് ചെക്ക് ചെയ്യാം.
ഇപ്പോൾ തന്നെ നല്ല ഷാർപ്പായിട്ടുള്ള സ്മെല്ലാണ് വരുന്നതിന്. വെളുത്തുള്ളി എല്ലാം എടുത്തായിരുന്നു, ഒരു പക്ഷേ അപ്പുറത്ത് വെച്ചിരിക്കും. വെളുത്തുള്ളി എടുത്തോണ്ട് 2 വെളുത്തുള്ളി, 4-5 വെളുത്തുള്ളി അരിയും ചെറിയ കഷ്ണം ഇഞ്ചിയും എടുത്തിട്ടുണ്ട്. പച്ചമാങ്ങ ഉണ്ടെങ്കിൽ ബഹുരസമാണ്. ഇതിൻ്റെ കൂടെ നെല്ലിക്കായ്ക്ക് പകരം പച്ചമാങ്ങ ചേർത്താൽ ഭയങ്കര ടേസ്റ്റാണ്. പക്ഷെ മല്ലിയില ഇല്ല, എനിക്ക് മല്ലിയിലയും കൂടെ വേണ്ടമായിരുന്നു. പച്ച മല്ലിയില ഇതിൻ്റെ കൂടെ നല്ല കോമ്പിനേഷനാണ്. പിന്നെ മാങ്ങായും നെല്ലിക്കായും ഇല്ലെങ്കിലും ഈ ചമ്മന്തി ഇല കിട്ടി അരയ്ക്കണം. തൈര് ചേർത്താൽ മതി, അതിൻ്റെ രുചി ഒന്ന് വേറെ തന്നെ. ഓരോ ഐറ്റം ചേർക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെ വരും. പക്ഷെ സംഗതി അടിപൊളിയാണ്. കരിയുണ്ട് ഇതിനകത്ത്, മൊത്തം നല്ലപോലെ അരിഞ്ഞിട്ടില്ല. ഇതെല്ലാം ചമ്മന്തിയായിട്ടെല്ലാം ഞാൻ കറിക്കുമൊക്കെ എടുക്കും. കറി ഉണ്ടാക്കുമ്പോഴേ അതിനകത്ത് ഇത് ചേർക്കും. ചമ്മന്തിയായിട്ട് വരുന്നതാണ്. അസിഡിറ്റി പോലുള്ള അസുഖങ്ങൾക്ക് ഉള്ളവർ ശ്രദ്ധിച്ച് കഴിക്കുക, കാരണം എല്ലാത്തിനും വലിയ കൊള്ളതാണ്. അല്ലാതെ ഗ്യാസ് ട്രബിളിനൊക്കെ നല്ല ഒരു സാധനമാണിത്. പച്ചപ്പ് ഒരു പ്രത്യേക ടേസ്റ്റ് വ്യത്യാസം കാണും ഇതിന്. മല്ലിയില പോലല്ല, ഇതിന് ഇച്ചിരി ഷാർപ്പായിട്ടുള്ള ടേസ്റ്റ് ആയിരിക്കും ഉള്ളത് പുതിയ ഇലയ്ക്ക്. എന്തായാലും എല്ലാവരും കിട്ടുവാണെങ്കിൽ വാങ്ങിച്ച് ഉണ്ടാക്കി നോക്കണം.